What is special about low geology? Like, how does low geology serve the jewelry industry? It's been like 14 to 15 years since we have been in this industry. Why an ERP software is specifically required for a jewelry industry? We have to know what is an ERP first of all. ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് an umbrella. ശരിക്കും ഒരു ERP സോഫ്റ്റ്വെയർ ഒരു ബേസിക് നെസസറി അല്ലെങ്കിൽ ഒരു നെസസിറ്റി ആണ് ഒരു ജ്വല്ലറിയിൽ. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ടു ഹാവ്. Welcome to the very first episode of Jewel Code by Low Geology, your space to decode the world of jewelry business and technology. In every episode, we brings you insight, stories, and smart solutions that helps jewelers simplify, grow, and stay ahead. Today, we have Mr. Ajin, our Chief Operating Officer at Low Geology, who leads our team with a passion and ensures the clients get a proper solution for them. Welcome, Ajin. What is special about low geology? Like, how does low geology serve the jewelry industry? സോ ഫസ്റ്റ് ഓഫ് ഓൾ ലോ ജിയോളജി സൊല്യൂഷൻസ് ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ സ്പെഷ്യാലിറ്റി, റൈറ്റ്? സോ ലോജിക് പ്ലസ് ടെക്നോളജി അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ പ്രോമിസിങ് ടു അവർ കസ്റ്റമർ. സോ വി ആർ പ്രൊവൈഡിങ് ലോജിക് ആൻഡ് ടെക്നോളജി, ആൻഡ് അത് ERP രൂപത്തിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും. ഓക്കെ, സോ ഇറ്റ്സ് ബീൻ ലൈക്ക് 14 to 15 years സിൻസ് വി ഹാവ് ബീൻ ഇൻ ദിസ് ഇൻഡസ്ട്രി. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായി. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ പല പല ക്ലയൻസിനായിട്ട് കൊടുക്കുന്നു. ആൻഡ് വി ക്യാൻ എന്താ പറയാ, തലയുയർത്തി തന്നെ നമുക്ക് പറയാം, ഒരു 500+ ഷോറൂംസിൽ നമ്മുടെ പ്രൊഡക്ട്സ് ലൈവായിട്ട് യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, സോ അവിടെയെല്ലാം പല രീതിയിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരായിരുന്നു മുന്നേ. ഓക്കെ, പല ചലഞ്ചസും ഫേസ് ചെയ്യുന്നവരായിരുന്നു. സോ അവർക്കൊക്കെ ഒരു സൊല്യൂഷനാണ് ലോ ജിയോളജി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് മാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് എന്താണ് സെർവ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. ഓക്കെ, സോ ഹൗ വി സെർവ് ദി ജ്വല്ലറി അല്ലെങ്കിൽ ജ്വല്ലറി ഇൻഡസ്ട്രി. സോ ബേസിക്കലി നമ്മൾ അല്ലെങ്കിൽ ലോ ജിയോളജി സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ERP സൊല്യൂഷൻസ് ജസ്റ്റ് ഫോർ ജ്വല്ലറി ഇൻഡസ്ട്രി. അതാണ് ഹൈലൈറ്റ്. സോ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കമ്പനി, അതായത് ഒരു IT കമ്പനി ഒരു ജ്വല്ലറി ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾ കേൾക്കാൻ വളരെ ചുരുക്കമായിരിക്കും. ആൻഡ് വി ഹാവ് കം ടു ദാറ്റ് കൈൻഡ് ഓഫ് റിയാലിറ്റി. ആൻഡ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെയിൻ മനസ്സിലാക്കിക്കൊണ്ട്, ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ വരുന്ന പെയിൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് സേ ഒരു 4 പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 5 പ്രൊഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ, നെബു നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ് ആണ്. നെബു ആൻഡ് ഇറ്റ്സ് ഫോർ റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെബു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അതേപോലെ ഓറോ ഉണ്ട്, ഓറോ പ്രോ ഉണ്ട്, ഓറോ ഫോർ ആൻഡ് ഓറോ പ്രോ ഫോർ ഹോൾസെയിലേഴ്സ്, ദെൻ ഇസ്മിത്ത് ആൻഡ് ഇസ്മിത്ത് പ്രോ ഫോർ മാനുഫാക്ചറേഴ്സ്. സോ നമ്മുടെ ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് സ്റ്റാർട്ടഡ് അവർ ജേർണി ജസ്റ്റ് ബൈ ബിൽഡിംഗ് എ സോഫ്റ്റ്വെയർ ഫോർ എ ജ്വല്ലറി ഇൻഡസ്ട്രി. ഒരു ജ്വല്ലറിക്ക് വേണ്ടി, നോട്ട് ജസ്റ്റ് ഫോർ എ ജ്വല്ലറി ഇൻഡസ്ട്രി, ഒരു ജ്വല്ലറി ഷോറൂമിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ അവർ MD he got struck by that idea. എങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിലുണ്ട്, ഗോൾഡ് ഇൻഡസ്ട്രി മാർക്കറ്റിലുണ്ട്. സോ ഹി തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ആളുടെ ഐഡിയാസ് എല്ലാം ആള് ബിൽഡ് ചെയ്ത് കൊടുന്നു. പിന്നെ ആ ഒരു ഐഡിയ എന്നുള്ള ഒരു സംഭവം ആൻഡ് ഇറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി നൗ, റൈറ്റ്? സോ ആദ്യം ഇസ്മിത്ത് ആയിരുന്നു, ദെൻ വി ഹാവ് ബിൽഡ് നെബു, and then the hunger was never done. We made Nebu, then we went for Oro wholesalers. Oro അതിൽ തന്നെ ഓറോന്റെ വേറെ ഡിവിഷനാണ്. ഒരു ഡയമണ്ട് സെക്ഷൻസ് എല്ലാം എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെഷൻ. ദെൻ വി പ്രൊവൈഡഡ് ഓറോ പ്രോ. ദെൻ ഈസ്മിത്തിലാണെങ്കിൽ തന്നെ ഈസ്മിത്ത് പ്രോ ഉണ്ട്. ആൻഡ് ദെൻ അവിടെയും ഇത് തീരുന്നില്ല, പിന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്താണ് വേറൊന്ന് കൊടുക്കുക. ആൻഡ് ദെൻ വി ഫൈനലി കെയിം ഇൻ ടു അനദർ സ്റ്റെപ്പ്, മൊബൈൽ ആപ്ലിക്കേഷൻസ്, റൈറ്റ്?
മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഉണ്ട്, സ്കീം കസ്റ്റമർ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏജന്റ് ആപ്പ് വിച്ച് ഇസ് എന്നോപ്പസ്, ജസ്റ്റ് ഫോർ ഏജന്റ്സ്. നമ്മൾ ഒരു സ്കീം അല്ലെങ്കിൽ ചിട്ട് എന്നൊക്കെ പറയും, കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് പോവല്ലോ, ഓൺസൈറ്റ് പോവല്ലോ. അവരുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് ക്യാഷ് കളക്ട് ചെയ്യാനും അതിന്റെ റെക്കോർഡ്സ് എല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ടു മൂവിങ് ഓൺ ടു അനദർ വൺ, സെയിൽസ്മാൻ ആപ്ലിക്കേഷൻ. സെയിൽസ്മാൻമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ദർ ഓണേഴ്സ് ആപ്ലിക്കേഷൻ NDO, which is for the owners. All right. So now you have mentioned about the pain currently facing by the jewelry industry. So I would like to know why an ERP software is specifically required for an jewelry industry. Okay, so as you have asked, എങ്ങനെയാണ് ഒരു ERP ജ്വല്ലറി ബിസിനസ്സിൽ അല്ലെങ്കിൽ ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ എങ്ങനെ സെർവ് ചെയ്യുന്നു? ഓക്കെ, സോ വി ഹാവ് ടു നോ വാട്ട് ഈസ് ആൻ ERP ഫസ്റ്റ് ഓഫ് ഓൾ. ERP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എൻ അംബ്രല്ല. എല്ലാ റിസോഴ്സസും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു. ആൻഡ് വി ആർ മേക്കിംഗ് എ ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അതിപ്പോ ജ്വല്ലറി ഓണറിന്റെ പെർസ്പെക്റ്റീവിലായിക്കോട്ടെ, അത് അവിടെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജറോ ഇല്ലാന്നുണ്ടെങ്കിൽ വെൻ വി കം ടു ദി ഡൗൺ ഒരു സ്റ്റാഫ് എന്ന നിലയിലോ ഇവർക്കെല്ലാം ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഇതെല്ലാം കൊണ്ടു നടക്കാം, ബിസിനസ് എങ്ങനെ കൊണ്ടു നടക്കാം എന്നുള്ളതിന്റെ ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു പവർഫുൾ, ലെറ്റ്സ് സേ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ടൂൾ, ഇറ്റ്സ് എ പവർഫുൾ ടൂൾ ഫോർ ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ ജ്വല്ലറി ഇൻഡസ്ട്രി. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, സോ ഒരു ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പുട്ടിങ് ദ എഫേർട്ട് ടു സെൽ എ പ്രൊഡക്റ്റ് ആൻഡ് ടു പർച്ചേസ് എ പ്രൊഡക്റ്റ് ആൻഡ് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി. അപ്പോ ഈ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ടാസ്ക്, ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ ബിഗ് തിങ് ആൻഡ് യു നീഡ് പ്രോപ്പർ പ്ലാനിങ്. പിന്നെ അതുപോലെ തന്നെ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, യു നീഡ് ടു എക്സിക്യൂട്ട് ഇറ്റ് വെരി വെൽ സോ ദാറ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ പ്രോഫിറ്റ്, റൈറ്റ്? സോ ഇവിടെ ഈ ഒരു ഗോൾഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയിൽ എന്ന് പറയുമ്പോൾ അവര് മൈന്യൂട്ട് ആയിട്ടുള്ള തരി ഇപ്പൊ ഒരു ഗ്രാം കണക്കിന് വരെ ഇവിടെ സെല് ചെയ്യുന്നുണ്ട്. ഗോൾഡ് ആയിക്കോട്ടെ, ഡയമണ്ട് ആയിക്കോട്ടെ, ഏതിനാണെങ്കിലും പ്രഷ്യസ് സ്റ്റോൺ ആയിക്കോട്ടെ, എല്ലാം വില മതിക്കുന്ന സാധനങ്ങളാണ് ജ്വല്ലറി എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും. ഓക്കെ, സോ അവർക്കിതെല്ലാം മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫ്ലോപ്പ്. അവിടെയാണ് നമ്മൾ ലോജിയോളജി പ്ലേ ചെയ്യുന്നത്, അവിടെയാണ് ഒരു ERP സോഫ്റ്റ്വെയർ പ്ലേ ചെയ്യുന്നത്. ERP സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു. അവർക്ക് ഇതെങ്ങനെ ഓരോ തരി പോലും എവിടെയാണ് കൊടുത്തത്, എവിടേക്കാണ് കൊടുത്തത്, എവിടുന്ന് വന്നു, എങ്ങോട്ട് വന്നു, ഇതെല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പക്കയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിത്ത് ആൻ ERP സോഫ്റ്റ്വെയർ. Okay. So there is a phrase called golden season for gold industry. So in your opinion, what does that actually mean? Okay, so as you asked, the golden season for the gold industry. Okay, so according to World Gold Council, നമ്മുടെ സീസൺ, അതായത് സെർജ് വരുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഗസ്റ്റ് ടു ഡിസംബർ. ഓക്കെ, ഞാൻ സംസാരിക്കുന്നത് ഒരു ഓൾ റൗണ്ട് ഇന്ത്യ. ഓക്കെ, നോട്ട് ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒന്നും വെച്ച് സംസാരിക്കുന്നില്ല. വി ആർ ഗോയിങ് ഓൾ അറൌണ്ട് ഇന്ത്യ. ഇറ്റ്സ് ഓഗസ്റ്റ് ഡിസംബർ. ഇനിയിപ്പോ ഓഗസ്റ്റിലാണെങ്കിൽ ഓണം വരുന്നുണ്ട്, ആൻഡ് ദെൻ രക്ഷാബന്ധൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സെപ്റ്റംബറിലാണെങ്കിൽ ഗണേശ് ചതുർത്ഥി വരുന്നുണ്ട്. ദെൻ ഗണേശ് ചതുർത്ഥി എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യൻ റീജിയനിലാണ് ഒരുപാടായിട്ട് അത് കാണപ്പെടുന്നതും ആ ഒരു നേരത്തെ ഒരു നല്ലൊരു റഷ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒക്ടോബറിലെ നവരാത്രി, ദസറ, പിന്നെ കൗവ ചൗത്ത്, പിന്നെ അതുപോലെ തന്നെ എസ്പെഷ്യലി ദിവാലി. ആൻഡ് ദെൻ നവംബർ ഇറ്റ്സ് ലൈക്ക് ഫിൽഡ് വിത്ത് വെഡിങ് സീസൺ. ഓക്കെ, ഒരു വെഡിങ് സീസൺ ആണ് നവംബർ, എസ്പെഷ്യലി നോർത്തേൺ ഏരിയ. അതേപോലെ തന്നെ ഇനിയിപ്പോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് സൗത്ത്, അങ്ങനെ സൗത്തിലോട്ട് വരുന്ന നേരത്ത് അത് ഒരു ലെറ്റ്സ് സേ ഏപ്രിൽ, മെയ്, ജൂൺ ആ ഒരു കാലഘട്ടത്തിൽ വരും. ദെൻ ഡിസംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ക്രിസ്മസ്, ദെൻ ന്യൂ ഇയർ, ആ ഒരു ടൈമിലുള്ള റഷ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതിയിലുള്ള റഷ് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ഇയർ എൻഡിങ് ആണല്ലോ. ആ ഒരു നേരത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതൊരു ഇറ്റ്സ് ലൈക്ക് എ പീക്ക് സീസൺ. അപ്പൊ ഈ ഒരു ടൈമിലാണ് ഇത്രയും റഷ് വരുന്നത്. ഒരു ജ്വല്ലറി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഓണർ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി സ്റ്റാഫ് എന്ന രീതിയിൽ
ഒരു നല്ലൊരു പവർഫുൾ ERP സോഫ്റ്റ്വെയറും കൂടി ആ ഒരു ടൈമിൽ ആളുടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് ടു ഹാവ്. അതൊരു ഇറ്റ്സ് ലൈക്ക് എൻ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, കാരണം അത്രയും നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോ കഴിഞ്ഞ കൊല്ലം എന്ത് നടന്നു എന്നുള്ളത് ഇക്കൊല്ലം പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. ഏത് എടുക്കണം, ഏത് ഇൻവെന്ററി ആണ് പോകേണ്ടതെന്നുള്ളത് വരെ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ്സ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ടു ഹാവ് അറ്റ് ദാറ്റ് മൊമെന്റ്. ആ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഓണർക്ക് പ്രോപ്പറായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സീസൺസ് ഒക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഒരു ഗോൾഡൻ സീസൺ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്, ഓഗസ്റ്റ് ടു ഡിസംബർ. ഓൾറൈറ്റ്. In that case, do you think festive season still brings a steady sale even after the prices are being continuously increasing? Well, traditionally, yes. And even though പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ട് എന്തായാലും ആ ഒരു സർജ് ഉണ്ട്. പിന്നെ എന്തായാലും ആ ഒരു ടൈമിലോട്ട് പീക്ക് സെയിൽസ് എന്തായാലും നടക്കും. ബട്ട് നൗ നമ്മൾ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഡ്രിവൺ ആണ്, നോട്ട് ജസ്റ്റ് എസംഷൻസ് മാത്രം നോക്കണ്ട. ഇറ്റ്സ് ലൈക്ക് റിയാലിറ്റി എന്താണോ നടക്കുന്നത്, ഡാറ്റ ഡ്രിവൺ ആയിട്ട് എന്താണോ നടക്കുന്നത്, അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. സോ വെൻ വി ഹാവ് എൻ ERP, വെൻ ഒരു ടൂൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു അനലൈസ് എന്താണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് മാർക്കറ്റ് ട്രെൻഡ്. ഇങ്ങനെ ഒരു പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് എല്ലാം വരുന്ന നേരത്ത് വി കൻ അണ്ടർസ്റ്റാൻഡ് കഴിഞ്ഞ തവണ ലാസ്റ്റ് ഇയർ ഈ ഒരു ഫെസ്റ്റീവ് ടൈമിൽ ഏതൊക്കെ ഓർണമെന്റ്സ് ആണ് നന്നായിട്ട് മൂവ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത്തവണ ഗോൾഡ് റേറ്റ് കൂടുമ്പോഴോ കുറയുമ്പോഴോ, ഇനിയിപ്പോ ഇൻ കേസ് കൂടിയാൽ തന്നെ ഏതൊരു രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെല് ചെയ്ത് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെന്ററിയിൽ എത്രത്തോളം റീപ്ലേസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈവൻ ദോ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ എന്തായാലും അവര് ഗോൾഡ് എടുക്കാനോ അല്ലെങ്കിൽ ജ്വല്ലറി എടുക്കാനോ ഒരു ടെൻഡൻസി എന്തായാലും ഉണ്ടാവും. ബിക്കോസ് വി ആർ ഇന്ത്യൻസ് ആൻഡ് വി ലവ് ഗോൾഡ് ഓർ വി ലവ് ജ്വല്ലറി, റൈറ്റ്? അപ്പോ ഈവൻ ദോ ഒരു ലൈറ്റ് വെയ്റ്റഡ് ആണെങ്കിൽ പോലും വി വിൽ ട്രൈ ടു പർച്ചേസ് സംതിങ്. പിന്നെ അത് മാത്രമല്ല, ഗോൾഡ് ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? എന്തായാലും നമ്മൾ അതിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസ് ചെയ്യാനുള്ള എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് ആ ഒരു ഫ്ലക്ച്വേഷൻ, പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും വല്ലാണ്ട് ബാധിക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല. ഓക്കെ, Here is a last question for you. Can an ERP software really save 20 plus hours a week for jewelers? വെൽ യെസ്, നമുക്കൊരു we can save 20 plus hours if we have got ERP solution or ERP software at our jewelry. Okay, so I will break it down for you. Inventory becomes instant. നമുക്ക് മാനുവൽ സ്റ്റോക്ക് അല്ലെങ്കിൽ മാനുവൽ സ്റ്റോക്ക് കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ സമ്പ്രദായം ഉണ്ടായിരുന്നു ട്രഡീഷണലി. അപ്പൊ ഇതെല്ലാം ഓരോ സ്റ്റോക്കും നമ്മുടെ ജ്വല്ലറിയിലെ ഓരോ സ്റ്റോക്കും ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഈറ്റ്സ് ടൈം. നമ്മൾ എത്രയോ മണിക്കൂർ അതിനു വേണ്ടി ചെലവാക്കേണ്ടി വരും. ഈവൻ ഒരു ദിവസം തന്നെ നമ്മളിപ്പോ ജ്വല്ലറിയിൽ ഒരു സ്ലാങ് ഉണ്ട്, സ്റ്റോക്ക് മുട്ടിക്കുക അല്ലെങ്കിൽ ക്യാഷ് മുട്ടിക്കുക എന്നൊക്കെ പറയും. അപ്പോ മുട്ടിക്കുക ഇൻ ദ സെൻസ് ഇറ്റ്സ് ടാലിയിങ്. ഓക്കെ, സോ സ്റ്റോക്ക് ടാലി ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ എത്ര ഡാറ്റ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഫിസിക്കൽ ഡാറ്റ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ നോക്കുന്ന നേരത്ത് നമ്മൾ മാനുവലി ആണ് ഇതെല്ലാം കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം പെർസെ ഒരു 6 to 8 hours തന്നെ ഒരു വീക്കില് അങ്ങനെ പോവും ഈ സ്റ്റോക്ക് ഇങ്ങനെ ടേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് എണ്ണ നിന്ന് കഴിഞ്ഞാൽ. ബട്ട് വെൻ വി ഹാവ് എൻ ERP സൊല്യൂഷൻ, നമുക്കവിടെ ERP ഉണ്ട്, നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ടാഗ് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു RFID എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ then it will be easy for us to എന്താ പറയാ അനലൈസ് ചെയ്യാനും ഇൻവെന്ററി ടേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ സേവ് ഹവേഴ്സ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വി ക്യാൻ സേ ഗുഡ് ബൈ ടു മാനുവൽ റിപ്പോർട്ട്സ്. ഓക്കെ, നമുക്ക് ഒരുപാട് റിപ്പോർട്ട്സ് സോഫ്റ്റ്വെയറിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ട്രഡീഷണലി ചിലപ്പോൾ അതൊന്നും ഉപയോഗിക്കാത്തവരുണ്ടാവും. ഓക്കെ, അവർക്കെല്ലാം എത്രയോ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു എക്സാമ്പിൾ,
സെയിൽസ്മാന്റെ ഒരു റിപ്പോർട്ട്, ഒരു ഡേയില് അല്ലെങ്കിൽ ഒരു വീക്കില് ഒരു സെയിൽസ്മാൻ എത്ര ജ്വല്ലറി വിറ്റു, അല്ലെങ്കിൽ എത്ര സെയിൽസ് ഉണ്ടാക്കി, പ്രോഫിറ്റ് ഉണ്ടാക്കി എന്ന് ഒരു മാനുവലി നോക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആ ഒരു വർക്ക് ഹെക്ടിക് ആണ്, റൈറ്റ്? അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൺ ക്ലിക്ക് ഒന്ന് ഫെച്ച് ചെയ്യുന്നു, ഡാറ്റ അവിടെ ഷോ ചെയ്യുന്നു ഫോർ ദീസ് മെനി പീരീഡ്, അല്ലെങ്കിൽ ഒരു ഫ്രം ഡേറ്റ് ടു ഡേറ്റ് ഒക്കെ വെച്ചത് ഇതെല്ലാം ഫെച്ച് ചെയ്യുമ്പോൾ വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ കയ്യിൽ ഇന്ന ഡാറ്റ വരും. ആൻഡ് വി ക്യാൻ അനലൈസ് എന്താണോ നമുക്ക് വേണ്ടത്, അനലൈസ് ആൻഡ് വി ക്യാൻ സേവ് ഒരു 4 to 5 hours അവിടെ സേവ്ഡ് ആയി. ആൻഡ് എന്താ പറയാ, അടുത്തതിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ബിൽഡ് ബെറ്റർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അത് മാത്രമല്ല, നമുക്കിപ്പോ ഒരു 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 ഫ്രിക്ഷൻ അവിടെ വി ക്യാൻ എന്താ പറയാ, വി ക്യാൻ ലെസൻ ദ ഫ്രിക്ഷൻ, റൈറ്റ്? അപ്പോ നമുക്ക് എപ്പോഴും കസ്റ്റമറായിട്ട് ഒരു റിലേഷൻ എപ്പോഴും ബിൽഡ് ചെയ്യണം. ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, നോട്ട് ജസ്റ്റ് ജ്വല്ലറി. ഇപ്പൊ ഏതൊരു ബിസിനസ് ആണെങ്കിലും ഒരു കസ്റ്റമറായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു റിലേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബിഗ് ഫെയിലിയർ ഫോർ us, റൈറ്റ്? അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ വിത്ത് ആൻ ERP സോഫ്റ്റ്വെയർ വേണ്ട, വിത്ത് എ സോഫ്റ്റ്വെയർ there are solutions or there are features which we can enable to എന്താ പറയാ, interact with our customers, interact with our clients frequently. എക്സാമ്പിൾ CRMS, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ആ ഒരു സാധനം നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. നമ്മളത് എനേബിൾ ചെയ്യുന്നു. കസ്റ്റമേഴ്സിന് വേണ്ട മെസ്സേജസ്, അതുപോലെ തന്നെ വെഡിങ് റിമൈൻഡേഴ്സ്, ആനിവേഴ്സറി റിമൈൻഡേഴ്സ്, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പോകുമ്പോൾ ഒരു കസ്റ്റമറിന് നമ്മളോടുള്ള ട്രസ്റ്റ് ബിൽഡാവും, ഒരു ലോയൽറ്റി ബിൽഡാവും. അപ്പോൾ ഇതെല്ലാം ശരിക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഒരു ജ്വല്ലറി ഇൻഡസ്ട്രിയിലും. പിന്നെ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും, അല്ലെങ്കിൽ ഓണേഴ്സിനായിക്കോട്ടെ, ഓണേഴ്സാണല്ലോ ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുമ്പോൾ വി ക്യാൻ സേവ് ലെറ്റ്സ് സേ 3 to 4 hours ഇൻ എ വീക്ക്. ഓക്കെ, പിന്നെ പോകുമ്പോഴാണ് ദെൻ നമുക്ക് ഒരുപാട് മൾട്ടി സ്റ്റോഴ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല പല ഓപ്പറേഷൻസിലോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ us ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ഓരോ ജ്വല്ലറിയുടെ അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിന്റെയും ഓരോ ഷോറൂമിന്റെയും പൊസിഷൻ എന്താണ് ഇപ്പോഴത്തെ കറന്റ് സ്റ്റാറ്റസ് എന്നുള്ള കാര്യങ്ങളെല്ലാം പല പല റിപ്പോർട്ടുകളായിട്ട് കിട്ടും. ആൻഡ് ഇനിയിപ്പോ ലോജിയോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഓണേഴ്സ് ആപ്ലിക്കേഷൻ. ഇതേപോലെ പല രീതിയിലുള്ള അല്ലെങ്കിൽ പല മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉള്ള ഷോറൂം അല്ലെങ്കിൽ ഓണേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ കാണാം. ജസ്റ്റ് ദേ ക്യാൻ സ്ക്രോൾ ഡൗൺ, എന്താണ് ഇന്നത്തെ സെയിൽസ് റിപ്പോർട്ട്, എന്താണ് ഇന്ന് നടന്ന എത്ര വാക്ക് ഇൻ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ബ്രേക്ക് ഡൗൺ ആയി അവർക്ക് കാണാൻ പറ്റും. ഓക്കെ, അതെല്ലാം ഒരു ആപ്ലിക്കേഷനിലൂടെയാണ് കാണുന്നത്. ഈ ആപ്ലിക്കേഷനിലൂടെ ഡാറ്റ എവിടുന്ന് വരുന്നു? നമ്മുടെ നെബു എന്ന് പറഞ്ഞ ERP സോഫ്റ്റ്വെയറിൽ നിന്ന് വരുന്നു. അപ്പൊ ഏതൊരു ഓണറിനും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്നു, കാര്യങ്ങൾ നോക്കുന്നു. അതുകൊണ്ട് എത്ര മണിക്കൂർ ഒരു വീക്കിലൊരു ലെറ്റ്സ് ഒരു 3 to 4 hours അവിടെ ഈസിലി നമ്മൾ സേവ് ചെയ്തു. ഒരു ഓണറിനെ സംബന്ധിച്ചോളം അത് എത്രയോ വലിയൊരു കാര്യമാണ്. പിന്നെ അഞ്ചാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ക്ലാരിറ്റി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാണ്. ഫൈനാൻഷ്യൽ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് റീകൺസിലിയേഷൻ, ദെൻ ലെഡ്ജർ എൻട്രീസ്, ദെൻ എന്താ പറയാ GST കംപ്ലയൻസസ്, പിന്നെ ഓഡിറ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങള് ഉണ്ടാവും. ഒരു എന്താ പറയാ, ഒരു ജ്വല്ലറി ആയിക്കോട്ടെ, ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ. സോ വി ആർ ഫോക്കസിങ് ഓൺ ജ്വല്ലറി ഇൻഡസ്ട്രി ആൻഡ് വി ആർ പ്രൊവൈഡിങ് ഈച്ച് സോഫ്റ്റ്വെയർ, നെബു ആയിക്കോട്ടെ, ഓറോ ആയിക്കോട്ടെ, ഇസ്മിത്ത് ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും പ്രോപ്പറായിട്ട് ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റും നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിലൂടെ. ഓക്കെ, ഇപ്പോൾ ഓഡിറ്റിങ്ങിനാണെങ്കിൽ ഓഡിറ്റ് ട്രയൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ടാലി ആക്കും. ഈവൻ ഇംപ്ലിമെന്റേഷൻ ടൈമിൽ തന്നെ സ്റ്റോക്ക് വാല്യൂഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കി വെച്ചിട്ടേ നമ്മൾ അവിടുന്ന് ഒരു ഇംപ്ലിമെന്റേഷൻ വരെ നിർത്തി പോരുള്ളൂ. അതുകൊണ്ട് എന്താ, ആ ഒരു മെത്തഡിൽ അങ്ങനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 5 to 6 മണിക്കൂർ ഒരു വീക്കിൽ ഓണർക്ക് അല്ലെങ്കിൽ ഒരു ബില്ലിംഗ് സ്റ്റാഫിനോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നോക്കുന്ന ഏതൊരു മാനേജേഴ്സിനാണെങ്കിലും അത്രയും മണിക്കൂർ അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ശരിക്കും ഒരു ERP സോഫ്റ്റ്വെയർ ഒരു ബേസിക് നെസസറി അല്ലെങ്കിൽ ഒരു നെസസിറ്റി ആണ് ഒരു ജ്വല്ലറിയിൽ. ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ പകുതിയിലേറെ പ്രശ്നങ്ങൾ അവർക്ക്
ഈസി ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ സ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം. ആൻഡ് ഒരു ERP വരുന്നതോടെ ആ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറുന്നു. ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നു, ഡാറ്റ ഡ്രിവൺ ആവുന്നു. ആൻഡ് ദേഴ്സ് നോ അതർ ബ്ലെസ്സിങ് ഐ ഗെസ്. ഇതിന്റെ മുകളിലേക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടാനില്ല. ഓക്കെ, അപ്പോ നേരത്തെ പറയുന്ന പോലെ ഈ ഇന്ന സോഫ്റ്റ്വെയർ എല്ലാം നെബു, ഓറോ, ഇസ്മിത്ത്, ഓറോ പ്രോ, ഇസ്മിത്ത് പ്രോ, പിന്നെ അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് ആപ്ലിക്കേഷൻസ് വരുമ്പോൾ കസ്റ്റമേഴ്സായിട്ട് ഒരു എന്താ പറയുക റിലേഷൻ ബിൽഡ് ചെയ്യാം, ലോയൽറ്റി അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ റഷ് അവേഴ്സ് ഇല്ല, അധിക നേരം ക്യൂ നിൽക്കണ്ട ഒരു ബില്ലടിക്കാനായിട്ട്, ഒരു കസ്റ്റമറിന് നല്ല രീതിയിൽ വെൽക്കം ചെയ്യാം. എല്ലാം ഒരു ERP സോഫ്റ്റ്വെയറിലൂടെ അല്ലെങ്കിൽ ERP സൊല്യൂഷൻസിലൂടെ ഇവർക്ക് ഈസിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അതാണ് ശരിക്കും ലോജിയോളജി ആൻഡ് വാട്ട് വി ഡു ആൻഡ് വാട്ട് വി പ്രൊവൈഡ്. വി നീഡ് എന്റെയോ അല്ലെങ്കിൽ എൻ്റെ ഒരു കമ്പനിയുടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ടു പ്രൊവൈഡ് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. That's a wrap up for today's Jewel Code. So we get to know how Logiology come up with ERP software that's specifically for jewelry industry, and how businesses run their business by saving time and having an error-free software. So which makes them more focusing on customers and their growth. So don't forget to like, share and subscribe, and stay tuned for the next episode and keep shining.